ഹസ്തരേഖയിൽ നിന്ന് എല്ലാം അറിയാം. നമ്മളുടെ ഭാവി, ഭൂതം, വർത്തമാനം ഇതെല്ലാം നമുക്ക് ഹസ്തരേഖയിൽ നിന്നറിയാം. ഹസ്തരേഖ അങ്ങനെ എപ്പോഴും സ്ഥിരമായിട്ടിരിക്കുന്ന ഒന്നല്ല. അത് നമ്മുടെ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നിടം വരെയും അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതിലെ ഓരോ മൈന്യൂട്ട് പോയിൻറ്റും നമ്മുടെ സമീപഭാവിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള കഴിവുള്ള രേഖകളാണ്. ആ രേഖകൾ നോക്കി നമുക്ക് ഭാവി ഫലം പ്രവചിക്കാം. അതുകൂടാതെ ഭാവിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും നമുക്ക് കിട്ടും. എന്തൊക്കെ വഴിപാടുകളാണ്, എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്നും ഹസ്തരേഖയിലൂടെ നമുക്ക് അന്വേഷിച്ചറിയാവുന്നതാണ്. ഹസ്തരേഖ വിദഗ്ധനോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടും ഹസ്തരേഖ പഠിച്ചിട്ടും ചെയ്യാം. എങ്കിൽ പോലും ഹസ്തരേഖാ ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. നമ്മളുടെ ജോലി, നമ്മളുടെ സമീപഭാവിയിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഹസ്തരേഖയിലൂടെ നമുക്കറിയാം. ഇപ്പോൾ ഒരാൾക്ക് ഒരു അപകടം ഉണ്ടാകാനായിട്ട് പോകുന്നു എന്ന് അത് ഹസ്തരേഖയിൽ കാണിച്ചു തരും. ഭാഗ്യത്തിൽ ഭംഗമുണ്ടാകുമെന്ന് വിചാരിക്കും. അതും ഹസ്തരേഖയുടെ ആ സമയം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അവിടെ ഭാഗ്യരേഖയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അന്ന് വരെ ഉണ്ടായിരുന്നതിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരു വിദ്യാഭ്യാസം തീർന്നിടത്ത് വെച്ച് നിർത്തിയെന്നോർത്തു. ആ നിർത്തിയ സ്ഥലത്ത് അത് കുഴിയിൽ ചാടിയിട്ടുണ്ടാവും. അതുകൂടാതെ പിന്നെ അതിൽ നിന്ന് തുടരുവാണെങ്കിൽ ഒരു ചെറിയ രേഖ വന്ന് മുറിച്ച് കടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ശ്രമകരമായി ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ കാര്യം നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അതിപുരാതനമായ ഈ ശാസ്ത്രം അത്ര നിസ്സാരമെന്നത് നമുക്കാർക്കും തള്ളിക്കളയാവുന്നതല്ല. നമുക്ക് ആ വഴികളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞെന്നാൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കാതെയും വളരെ എളുപ്പത്തിലും നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് കിട്ടുന്നതാണ്. ഏവരും ഹസ്തരേഖാ ശാസ്ത്രത്തിലേക്ക് സ്വാഗതം. ഞാൻ ഈ ചെയ്യുന്ന ജോലി എനിക്ക് കൂലി വേണ്ടിയിട്ടല്ല. പക്ഷേ നിങ്ങൾക്ക് ഹസ്തരേഖ ഇഷ്ടമാണ് എങ്കിൽ ഹസ്തരേഖയെക്കുറിച്ച് സംസാരിക്കുന്നതും നിങ്ങളുടെ ഹസ്തരേഖ നോക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മറുപടി തരുന്നതാണ്. ഏതൊക്കെ ഹസ്തരേഖയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമീപത്തിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാവി അറിയാനെങ്കിലും എന്നെ ഒന്ന് വിളിക്കുക. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു തരാം. അതിന് യാതൊരു ചാർജും ഞാൻ ചെയ്യുന്നതുമല്ല. താങ്ക് യു.